ഇന്നൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ കാണിക്കുന്നത്. ആവിയിൽ വേവിച്ചെടുത്ത ഒരു റെസിപ്പിയാണ്. അമൃതം പൊടി വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നത്. പഴം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏത് പഴം വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ നേന്ത്രപ്പഴം ഉള്ളതുകൊണ്ട് നേന്ത്രപ്പഴമാണ് ഉപയോഗിക്കുന്നത്. നല്ലപോലെ പഴുത്ത പഴമാണ് കേട്ടോ. അപ്പോൾ 2 എണ്ണം വേണ്ടി വരും. അപ്പോൾ 2 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏത് പഴം വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി പഴം നമുക്ക് മിക്സ്ഡ് ജാറിലേക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇത് അരച്ചെടുക്കാം. നല്ല നൈസായിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ നല്ലപോലെ അരച്ചെടുക്കാം. അപ്പോൾ നല്ലപോലെ പഴുത്ത പഴം കൊണ്ട് പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും. ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കാം. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കരിഞ്ജീരകം കൂടി ചേർക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്കിതിലേക്ക് തേങ്ങയാണ് വേണ്ടത്. ഒരു 3/4 കപ്പോളം തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ കുറച്ച് കൂട്ടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടി കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് വേറെ പ്രത്യേകിച്ച് മധുരം നമ്മൾ ചേർക്കുന്നില്ല, കാരണം പഴത്തിന് നല്ല മധുരമാണ്. അതുപോലെ അമൃതം പൊടിയിലും കുറച്ച് അത്യാവശ്യം മധുരമുണ്ട്. അപ്പോൾ വേണമെങ്കിൽ മാത്രം ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കര പാനി ചേർത്താലും മതിയാവും. ഞാനിപ്പോൾ ഇത് രണ്ടും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല മധുരമൊക്കെ പാകത്തിനായിരുന്നു. ഇനി ഇതിലോട്ട് 1 കപ്പ് അമൃതം പൊടി ചേർക്കാം. ഈ അമൃതം പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ടി വന്നിട്ടില്ല. 2 പഴം എടുത്ത കാരണം തന്നെ കറക്റ്റായിരുന്നു. അപ്പോൾ നിങ്ങളിത് മിക്സ് ചെയ്ത് നോക്കാൻ വേണമെങ്കിൽ ഒരുപാട് ടൈറ്റായിട്ട് തോന്നിയാൽ കുറച്ച് വെള്ളം തെളിച്ച് ഒന്ന് കുഴച്ചെടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ശർക്കര പാനി ചേർത്താലും മതിയാവും. കുറച്ച് സോഫ്റ്റായിട്ട് കുഴച്ചെടുത്താൽ മതിയാവും. ഒരുപാട് ടൈറ്റാക്കി കുഴക്കരുത്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ പലഹാരത്തിന് സോഫ്റ്റ്നെസ് കിട്ടില്ല. അപ്പോൾ അത് നോക്കിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതിലേക്ക് പ്രത്യേകിച്ച് വേറെ വെള്ളമൊന്നും ചേർത്തില്ല. ഈ പഴത്തിൻ്റെ ഈർപ്പത്തിൽ തന്നെയാണ് ഇത് കുഴച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലെ വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമ്മൾ ഇതിൽ നിന്നും ഓരോ സ്പൂൺ മാവ് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ചെയ്തെടുക്കാം. ഒന്നെങ്കിൽ റൗണ്ട് ഷേപ്പിൽ നമുക്ക് കൈവച്ച് തന്നെ ഷേപ്പ് ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ കിട്ടും. ഒരുപാട് കട്ടിയിലാക്കാതെ കുറച്ചൊരു മീഡിയം തിക്നെസ്സിൽ ആക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തു. ഇനി നമ്മളിത് സ്റ്റീമറിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 15 മിനിറ്റ് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുത്താൽ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിരിക്കും. അപ്പോൾ നല്ലപോലെ വേവണം കേട്ടോ, ശരിക്കും വേവണം. അപ്പോൾ ഇതാ നല്ലപോലെ വെന്തതിന് ശേഷം നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത്രയുള്ളൂ, വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. വളരെ ഹെൽത്തിയുമാണ്. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മൾ വേറെ മധുരമൊന്നും ചേർക്കാതെ തന്നെ നല്ല പാകത്തിനുള്ള മധുരമായിരുന്നു. അപ്പോൾ അമൃതപ്പൊടി വീട്ടിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.